ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് +2 അറബി പരീക്ഷയിൽ ഇപ്പോൾ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാലി മുല്ലാരി അംബ്രു നഹിയൊക്കെ കണ്ടെത്തിയിട്ട് ബോക്സ് ഫില്ല് ചെയ്യാനുള്ള ചോദ്യം. ഓക്കെ, ഇത് 2024 പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഭയങ്കരമായ പ്രത്യേകിച്ച് എർമി ഉദു എന്നൊക്കെയുള്ള വാക്ക് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായ കൺഫ്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യും. അപ്പം നമുക്ക് അതിനുള്ള ഈസി ആയിട്ടൊരു അതിൻ്റെ ബേസിക് ആയ കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, മാലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാസ്റ്റ് ടെൻസ് ആണ്. അവിടെ ടെൻസ് ഒന്നും മീനിങ് ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് നമ്മളോട് മനസ്സിലാക്കുന്നത് മുലാരി. മുലാരി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറാണ്. പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറാണ് മുലാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മറ്റൊന്നാണ് ഏത്, അംബ്ര. അംബ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ കൽപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ ആവശ്യം, നീ ചെയ്യ് എന്ന് പറയുന്നതിനാണ് അംബ്ര എന്ന് പറയാം. നാലാമത്തത് നഹി. നഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾക്കാണ് എന്താ പറയുക, നഹി, നിരോധിക്കുന്ന കാര്യങ്ങൾ. അംബ്ര കൽപ്പിക്കുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ മുലാരി പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. മാലി എന്താണ്, പാസ്റ്റ് ടെൻസ്. ഓക്കെ, നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒറ്റ സ്ട്രക്ചർ പഠിച്ചാൽ മതി. ഫഅല എന്ന വാക്കുണ്ടാവും. ഫഅല അല്ലേ, ഇങ്ങനെ 3 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളായിരിക്കും ഭൂരിപക്ഷം മാലി. എല്ലാതൊന്നും അറിയില്ല, ഭൂരിപക്ഷം വരുന്ന മാലികൾ. ഫഅല, ഫഅല, ജലസ, കതബ, ദഹബ, ഫതഹ, നളറ, ഇങ്ങനെ. ഇനി ചില വാക്കിൽ എന്തുണ്ടാവും, ആ 3 അക്ഷരം രണ്ടാമത്തെ ഇപ്പോൾ കാല, അപ്പോൾ കാഫ് അലിഫ് ലാം ഉണ്ടോ, കാല. അപ്പോൾ ഒന്നാമത്തെ വാക്ക് കാഫാണ്, രണ്ടാമത്തത് അലിഫാണ്, മൂന്നാമത്തെ ലാം. അങ്ങനെ എന്നാലും ഏറെക്കുറെ അതേപോലെ ആയിരിക്കും. ഓക്കെ, 4 വരുന്ന വാക്കുകൾ വരുന്നത്, 5 വാക്കുകൾ വരുന്നതൊക്കെ ഉണ്ട്. കോമൺ ആയിട്ട് വരുന്ന 3 വാക്കായിരിക്കും. അങ്ങനെ 3 വാക്കായിട്ട് വരുമ്പോൾ അതിൻ്റെ മുലാരി കണ്ടെത്താൻ നമ്മൾ അതിന് തുടക്കത്തിൽ യാ കൊടുത്താൽ മതി. എഫ് അലു എന്ന മോഡൽ എഴുതാം. ഫഅലനെ എന്ത് ചെയ്യണം, എഫ് അലു. ദഹബ ആണെങ്കിൽ യദ്ഹബു, ജലസ ആണെങ്കിൽ യജ്ലിസു. ഓക്കെ, ഇനി നിങ്ങൾക്ക് പിന്നെ അത് ഫതഹാണോ ലൊമ്മാണെന്ന് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ, ഫതഹ കസ്റാണെന്ന് കൺഫ്യൂഷൻ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി, തൽക്കാലങ്ങൾ ഒന്നും ഇടാതെ എഴുതിയാൽ ആ പ്രശ്നം പരിഹരിക്കാം. ഫഅല യഫ് അലു. ഇനി ആ വാക്കിനെ തന്നെ നമുക്കതിൻ്റെ അംബ്ര, നീ അത് ചെയ്യണം എന്ന് പറയണമെങ്കിൽ തുടക്കത്തിൽ അലിഫ് കൊടുത്തിട്ട് മാലി ആയിട്ടുള്ള വാക്കിനെ ഇഫ് അൽ എന്നുള്ള വാക്ക്, ഇഫ് അൽ. ഇവിടെ ചില വാക്കിന് ഈ എന്നായിരിക്കും, ചില വാക്കിന് ഊന്ന്. അപ്പോൾ കത്തബ ഉക്തുബ് എന്നാണ്, ജലസ ഇജ്ലിസ് എന്നാണ്. അപ്പോൾ ഊന്നും വരും, അതേപോലെ ചിലപ്പോൾ ആന്നും വരാൻ സാധ്യതയുണ്ട്, ഈന്നൊക്കെ വരാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു കാര്യം ഉറപ്പിക്കുക, അവസാനത്തെ വാക്കിന് എന്തായാലും സുക്കൂനായിരിക്കും. അപ്പോൾ ഈ തന്നിട്ടുള്ള വാക്കിനെ ഫഅല എന്നുള്ള മാലിന് എന്ത് ചെയ്താൽ തുടക്കത്തിൽ അലിഫ് കൊടുത്തിട്ട് ഇഫ് അൽ മോഡലിലേക്ക് അല്ലെ. ജലസ ആണെങ്കിൽ ഇജ്ലിസ്. ഓക്കെ, കതബ ഉക്തുബ്. അതേപോലെ തന്നെ ദഹബ ഇദ്ഹബ്, ഖറജ ഉഖ്റുജ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാം, എഴുതുക. ഇനിയോ നഹി കിട്ടാൻ എന്ന് വെച്ചാൽ അതിൻ്റെ എന്ത് കിട്ടാൻ, പാടില്ല എന്ന് പറയുന്ന നഹി, നിരോധിക്കുന്ന കാര്യം കിട്ടാൻ എന്ത് ചെയ്താൽ മതി, മുലാരി ആയിട്ടുള്ളതിന് ഇങ്ങോട്ട് കൊണ്ടുവരാം. 3 ചേഞ്ചുകളാണ്. ഒന്ന്, അതിന് തുടക്കത്തിൽ ലാ കൊടുക്കണം, ചെയ്യരുത് എന്നുള്ള ലാ കൊടുക്കണം. ഇനിയോ യാക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം, താ കൊടുക്കുക. അപ്പോൾ 2 ചേഞ്ചായി. ഒന്ന് ലാ കൊടുത്തു, 2 താ ആക്കി. ലാ തഫ് അൽ. മൂന്നാമത്തെ ഇവിടെ എഫ് അലു എന്നല്ലേ, ഇവിടെ ലാ തഫ് അൽ. അവസാനത്തെ അംബ്രനും നഹീനും അവസാനത്തെ അക്ഷരത്തിന് എപ്പോഴും എന്തായിരിക്കും, സുക്കൂനായിരിക്കും വരും കേട്ടോ. അപ്പം ലാ തഫ് അൽ എന്ന മോഡലിലേക്ക് മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും, അതിന് നഹി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കാം. ഇനി ഇവിടെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഇനി മുലാരി ആണ് കിട്ടിയത്, ഒരു വാക്കിന് മുലാരി കിട്ടി. അപ്പോൾ യാ ഒഴിവാക്കിയാൽ എന്ത് ചെയ്യും, ആ 3 അക്ഷരം വെച്ചാൽ നമുക്ക് മാലി കിട്ടും. ഇനി ഒരു വാക്കിന് നമുക്ക് അംബ്ര കിട്ടി. അംബ്ര കിട്ടിയാൽ തുടക്കത്തിൽ അലിഫ് ഒഴിവാക്കി നമുക്ക് എന്ത് കിട്ടും, അതിന് മാലി കിട്ടും. ഇനി ഒരു വാക്കിന് നമുക്ക് മുലാരി കിട്ടി. നഹി എഴുതണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ മുലാരിയിൽ നിന്ന് ലാ കൊടുക്കുക, പിന്നെ താ കൊടുക്കുക, പിന്നെ സുക്കൂന് കൊടുക്കുക. ഇനി ഒരു വാക്കിന് നഹി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ ലാ ഒഴിവാക്കുക, ഈ താക്ക് വരെ യാ ആക്കുക, ഈ അവസാന സുക്കൂന് വരെ ലൊമ്മാക്കി എന്ത് കിട്ടും, മുലാരി കിട്ടും. നമുക്ക് ഇതൊന്നും അവിടെ അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പിന്നെ നെസറ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മാലി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അംബ്ര വേഗം കിട്ടും. എന്ത് ചെയ്താൽ മതി, നെസറിനെ തുടക്കത്തിൽ അലിഫ് കൊടുത്തിട്ട് ഇഫ് അൽ മോഡൽ. അപ്പോൾ എന്തായാൽ ഉൻസുർ ഉണ്ടോ, ഉൻസുർ എന്നുള്ള മോഡൽ, ഉൻസുർ എന്നതിന് വരണ്ടോ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ല, അലിഫ് ഊ ആണ് ഈ അത് കണിപ്പിച്ചില്ലെങ്കിൽ ഇഫ് അൽ ഉൻസുർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവസാന അക്ഷരം സുക്കൂൻ നിങ്ങൾ എഴുതിയാൽ എളുപ്പം കിട്ടും. ഓക്കെ, അപ്പോൾ നസറ എൻസുറു ഉൻസുർ ലാ തെൻസുർ കിട്ടി. ഇനി ഇവിടെ യജ്ലിസ് ഉണ്ട് അല്ലേ. യജ്ലിസ് മുലാരി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം, തുടക്കത്തിൽ യാ ഒഴിവാക്കിയിട്ട് 3 അക്ഷരം ജാ ലസ ഫഅല ജലസ എന്നിട്ട് എഴുതാം. ഇനിയോ യജ്ലിസ് മുലാരി കിട്ടി. മുലാരി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് 3 ചേഞ്ച്. ഒന്ന് ലാ കൊടുക്കുന്നു,
യാക്ക് വരം താ കൊടുക്കുന്നു. ലാ തെജി ലി സു എന്നുള്ളത് എന്ത് ചെയ്യണം? ലാ തെജി ലിസ് ഉണ്ടോ? നഹി നമുക്ക് എന്ത് ചെയ്യും? നഹി കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെയും ഇതേ കാര്യം അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് മാലിയാണ് വേണ്ടത് അല്ലേ? മാലിയാണ് വേണ്ടത്. മാലി കിട്ടാൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ എർമീന്ന് കൊടുത്തിട്ടുണ്ട്. എർമീന്ന് കൊടുത്തിട്ടുണ്ട്, യാ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ റമ എന്നാണ് അതിൻ്റെ പേര് ഉണ്ടോ? ഓക്കെ, റമ, ഈ യാ ഒഴിവാക്കിയത് കിട്ടും. ഉള്ളതായാലും ഇവിടെ പിന്നെ എന്തുകൊണ്ട് കെസറ് വന്ന് സുക്കൂൻ വന്നില്ലെങ്കിൽ അവിടെ ഈ യാനെ ഒഴിവാക്കിയിട്ടാണ് അവിടെ സുക്കൂന് വന്നിട്ടുള്ളത്. ഗ്രാമറിൽ വേറൊരു കാര്യമാണ്, നിങ്ങളത് മൈൻഡ് ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ കിട്ടുമല്ലോ. ഓക്കെ, ഇനിയോ ഇവിടെ നമുക്ക് മുലാരിയാണ് കിട്ടേണ്ടത് അല്ലേ? ഇവിടെ ഇദഅന്റെ എങ്ങനെയാണ് യദഅനാണോ വരിക? ആ കൺഫ്യൂഷനാണ്. ഒരു കൺഫ്യൂഷൻ ആവശ്യമില്ല. കാരണം എന്താ, ഇവിടെ എന്ത് കൊടുത്തിക്കണ്? നഹി കൊടുത്തിക്കണ്. നഹീനെ നമുക്ക് എങ്ങോട്ട് കൊണ്ടുവരാം? മുലാരിയിലേക്ക് കൊണ്ടുവരാം. ഒന്ന് എന്ത് ചെയ്താൽ മതി? ലാ ഒഴിവാക്കുക. ലാ ഒഴിവാക്കുക, പിന്നെ എന്താ ഉള്ളത്? തദ എന്നാണ് അല്ലേ? താ പറ്റൂല. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവണം? യാ ആവണം. അപ്പൊ യാ ദാ. ഇവിടെ പിന്നെ ഇവിടെ എന്ത് ചെയ്യണം? തദഊന്നല്ലേ? അപ്പൊ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ മുലാരി ആണ്. യദഉ കിട്ടി. ഓക്കെ, അപ്പൊ നഹി കിട്ടി നമുക്ക് എന്ത് കിട്ടും? മുലാരി കിട്ടും. അപ്പൊ നമ്മളെ മനസ്സിലേക്ക് ബേസിക്കലി വരേണ്ട എന്താണ്? ഈ സ്ട്രക്ചറാണ്. ഫഅല, യഫ്അലു, ഇഫ്അൽ, ലാ തഫ്അൽ. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാട്ടോ. 4 അക്ഷരം വരുന്ന വാക്ക്. ഇപ്പൊ എക്സാമ്പിൾ തഖദ്ദമ അല്ലെ? തഖദ്ദമ 4 അക്ഷരം വരുന്ന വാക്ക്. തഖദ്ദമ തഫഅല വസ്നാണ്. തഫഅല വസ്നാണ്. അപ്പൊ അതിന്റെ മുലാരി എന്തായിരിക്കും? മാലി 4 അക്ഷരം വരികയാണെങ്കിൽ ആ വാക്കിന് എന്ത് ചെയ്യാം? നമ്മൾ യത്തഖദ്ദമു, യാ കൊടുക്കുക അല്ലെ? യത്തഖദ്ദമു നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അതിന്റെ 4 അക്ഷരം വരുന്നതിന്റെ അംർ വളരെ സുഖമാണ്. ഈ മാലിയായ വാക്കിന്റെ പിന്നെ ഈ അലിഫ് വേണ്ട. ആ മാലിയായ വാക്ക് തഖദ്ദം അല്ല. അപ്പൊ നമ്മൾ അവസാനം കൊടുത്താൽ മതി. തഖദ്ദം എന്ന് കൊടുത്താൽ മതി. ഓക്കെ, തഫഅല, യതഫഅലു, തഫഅൽ. എന്താ പറയാ? തനദ്ദമ, യതനദ്ദമു, തനദ്ദം ഉണ്ടോ? തകല്ലമ, യതകല്ലമു, തകല്ലം. അപ്പോൾ 4 അക്ഷരം വരും. തഫഅല, തഖദ്ദമ മോഡലിൽ വരുന്ന വാക്കിന്റെ അംർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അലിഫ് കൊടുക്കണ്ട. ആ മാലി ആയിട്ടുള്ള വാക്കിന്റെ അവസാനത്തിൽ എന്ത് ചെയ്താൽ കൊടുത്താൽ മതി. ഇനി മുലാരി ആയിട്ടുള്ള കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നഹി കിട്ടുമല്ലോ. യതഖദ്ദമു എന്നല്ല. അപ്പൊ എന്ത് ചെയ്യും? ലാ, പിന്നെ യതഖദ്ദമു നമ്മൾ എന്ത് ചെയ്യണം? തത്തഖദ്ദമു ആക്കണം അല്ലെ? താ ആക്കണം. തത്തഖദ്ദമു പറ്റുമോ? മൂ പറ്റൂല. നഹീന് എന്ത് വേണം? നഹീന് ഇവിടുത്തെ മുലാരി ഇങ്ങോട്ട് വരുമ്പോൾ നഹി ആകുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോ ലാ തത്തഖദ്ദം. അപ്പോ തഫഅല, യതഫഅലു, തഫഅൽ, ലാ തതഫഅൽ. ഇതാണ് എന്തിന്റെ ഓർഡർ? 4 അക്ഷരം വരുമ്പോൾ ഓർഡർ. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. മനസ്സിലാവാത്തൊരു വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ട് ക്ലിയർ ആക്കുക. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരുന്നുണ്ട്. ചിലപ്പോൾ നാളെയും ചോദിച്ചേക്കാം. നിങ്ങൾക്ക് ഈ മെത്തേഡ് മനസ്സിലാക്കിയിട്ട് ഈസി ആയിട്ട് മീനിങ് അറിയാത്ത വാക്കിൻ്റെ ഒക്കെ മാലി മുലാരിയൊക്കെ എടുത്ത് എഴുതാനുള്ള സ്കില്ലിലേക്ക് നിങ്ങൾ വരിക. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.